ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് +1 ഫസ്റ്റ് ബോട്ടണി ചാപ്റ്റർ ആണ്. അതായത് പ്ലാന്റ് കിങ്ഡം. ആനിമൽ കിങ്ഡത്തിനെ കുറിച്ചിട്ട് സുവോളജി +1 തന്നെ ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ ഷ്രബ്സ് മുതൽ വലിയ വലിയ പ്ലാന്റ്സ് വരെ ഉണ്ടായിരിക്കും, അഥവാ ട്രീസ് വരെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടും അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും റീപ്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ലൈഫ് സൈക്കിൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ഇത് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ഈസി ചാപ്റ്റർ ആണ്, പക്ഷെ നമുക്ക് കുറച്ച് മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് അത് അവിടെ പ്ലാന്റ്സും ആനിമൽസും മാത്രമല്ല, പ്ലാന്റ്സിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത് പ്ലാന്റ് കിങ്ഡം. അപ്പോൾ ആദ്യമായിട്ട് പ്ലാന്റിനെ ഡിഫറെൻറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന, അതായത് ഡിഫറെൻറ്റ് വേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രണ്ട് അടിപൊളി സയന്റിസ്റ്റുമാരാണ് ആരൊക്കെ? ജോർജ് ബെന്നം ആൻഡ് ഡാൾട്ടൺ ഹുക്കർ. ഇവർ രണ്ടുപേരും നല്ല സൂപ്പർ ആയിട്ടുള്ള സയന്റിസ്റ്റുമാരാണ്. കാരണം ആ ഒരു ടൈമിൽ, ഇതിപ്പോൾ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതൊന്നല്ല, പണ്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അന്ന് അത്രയും നല്ല രീതിയിൽ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്തും ഇവരെ അതൊക്കെ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അപ്പോൾ അത്രയ്ക്കും പ്രഗത്ഭരായിട്ടുള്ള രണ്ട് സയന്റിസ്റ്റുമാരാണ് ആരൊക്കെ? ജോർജ് ബെന്നം ആൻഡ് ഡാൾട്ടൺ ഹുക്കർ. ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്തത്? പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തത്. സോ അപ്പോൾ പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ഓക്കെ, അപ്പോൾ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇവിടെ രണ്ട് സയന്റിസ്റ്റിന്റെ പേര് ആദ്യം പഠിക്കാണ്ട്, ജോർജ് ബെന്നം ആൻഡ് ഡാൾട്ടൺ ഹുക്കർ. ഇവർ രണ്ടുപേരും ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്ലാന്റ് കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്തെടുത്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ഈ 5 കാറ്റഗറീസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. അവരെ കുറിച്ച് എന്തൊക്കെയാണ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഈ ഓരോരുത്തരുടെയും എക്കണോമിക് ഇമ്പോർട്ടൻസ്, അഥവാ നമ്മൾ എന്തിനൊക്കെയാണ് അവരെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അവരുടെ ക്ലാസിഫിക്കേഷൻ, റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ. അങ്ങനെ ഈ 5 ക്ലാസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞാൽ എന്താവും? ഈ ചാപ്റ്റർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് ഏതാണ്? ആൽഗിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ആൽഗയുടെ വേറൊരു പേരാണ് ഇത് താലോഫൈറ്റ്സ്. ആൽഗിനെ പറയുന്ന വേറൊരു പേരാണ് ഇത് താലോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ആൽഗയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അഥവാ ഇപ്പൊ നമ്മളൊരു പ്ലാന്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തുണ്ടാകും? ലീഫ് ഉണ്ടാകും, റൂട്ട് ഉണ്ടായിരിക്കും, ഫ്ലവർ ഉണ്ടാവും, ബഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ഓരോന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അഥവാ ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൽഗയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. അവരെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത ബോഡി ആയിരിക്കും ആർക്ക് ഉണ്ടാവുക? ആൽഗെ അഥവാ താലോഫൈറ്റ്സിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ എന്തെന്ന് പറയുന്നത്? താലസ്. ഈ പറയുന്ന വേർഡ്സ് ഒക്കെ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. ബോഡി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു താലസ്. താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബോഡീനെയാണ് എന്തെന്ന് പറയുന്നത്? താലസ് എന്ന് പറയുന്നത്. അടുത്തത് മെയിൻലി അക്വാട്ടിക്, റെയർലി ടെറസ്ട്രിയൽ. അതായത് ആൽഗേസിന് നമുക്ക് അധികം കാണാൻ പറ്റുന്നത് വെള്ളത്തിലായിരിക്കും. പക്ഷെ ഒരു ചെറിയ ശതമാനമൊക്കെ ആൽഗേസ് എവിടെ ഉണ്ടായിരിക്കും? കരയിലൊക്കെ കാണാറുണ്ട്. അതിലൊക്കെ പായൽ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പായലിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽഗെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 90%, ഒരു 90% ആൽഗെ വെള്ളത്തിൽ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ചെറിയൊരു ശതമാനം മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? കരയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് മെയിൻലി അക്വാട്ടിക്, റെയർലി ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് പ്രസന്റ് ഓൺ ബോഡി ഓഫ് ആനിമൽസ് ലൈക്ക് സ്ലോത്ത് ബിയർസ്. അതുപോലെ മതിലിൽ മാത്രമല്ല ഉണ്ടാവുക, ചില ആനിമൽസിന്റെ ഒക്കെ ബോഡിയിലും കൂടെ കാണാറുണ്ട് ആൽഗേസിനെ. അങ്ങനത്തെ ഒരു ആനിമൽ ആണ് ഇത് സ്ലോത്ത് ബിയർ. അപ്പൊ ഈ സ്ലോത്ത് ബിയറിന്റെ പുറത്തായിരിക്കും എന്തുണ്ടാവുക? ആൽഗേസ് ഒക്കെ ഉണ്ടാവുക. ഒരു ചെറിയ ശതമാനം ആൽഗേസ് ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? ബോഡി ഓഫ് സ്ലോത്ത് ബിയർസിൽ. പിന്നെ ആൽഗെ പ്ലസ് ഫംഗസ്. ഈ പറഞ്ഞ ഒരു ക്ലാസ് ആണ് ആര്, അഥവാ ഒരു ഗ്രൂപ്പാണ് ആൽഗെ. ഈ ആൽഗയും ഫംഗസും കൂടെ കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? ലൈക്കൻസ്. ഓക്കെ, ലൈക്കൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ വേറെ ചാപ്റ്ററിലും പറയുന്നുണ്ട്. ആൽഗേസും ഫംഗസും കൂടെ കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. ലൈക്കൻ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, പൊല്യൂട്ടഡ് അല്ലാത്ത ഏരിയയിൽ മാത്രം, അഥവാ മാലിന്യം ഇല്ലാത്ത ഏരിയയിൽ മാത്രം കാണുന്ന ഒന്നാണ് എന്ത്? ലൈക്കൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗസ്. ഇനി അടുത്തത് എക്കണോമിക് ഇമ്പോർട്ടൻസ്. നമ്മൾ പറയേണ്ട എക്കണോമിക് ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയാന്ന് പറഞ്ഞു? റീപ്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ലൈഫ് സൈക്കിൾ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇത് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ആൽഗേനെ നമ്മൾ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഒരു പകുതി ശതമാനം അല്ലെങ്കിൽ ഒരു പകുതി കാർബൺ ഡൈ ഓക്സൈഡ് എങ്കിൽ അറ്റ്മോസ്ഫിയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആൽഗെ എന്ന് പറയുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഈ ഓക്സിജനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആര്? ട്രീസ്, പ്ലാന്റ്സ് ഒക്കെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ടാണ് അവർ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവരെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ആര്? ആൽഗേനെ. ഫിക്സ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ്. ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡിലെ ഹാഫ് ആരാണ് തരുന്നത്? ഈ പറഞ്ഞ ആൽഗേസ് ആണ് തരുന്നത്. നെക്സ്റ്റ്, ഫുഡ് ഫോർ ആനിമൽസ്. സർട്ടൻ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആനിമൽസിന് വേണ്ടിയിട്ട്. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? ആൽഗേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ ആൽഗെ വരിക ചോദിച്ചു കഴിഞ്ഞാൽ ലാമിനേറിയ, സ്പൈറുലിന, ക്ലോറെല്ല. ഇതിൽ സ്പൈറുലിന എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ആൽഗയാണ്. ക്ലോറെല്ലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പേസ് ട്രാവലേഴ്സ് ഫുഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സ്പേസിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ചോറും കറിയും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന ഫുഡാണ് ഈ ഒരു ആൽഗെ എന്ന് പറയുന്നത്. ഇത് ക്ലോറെല്ല. സോ ക്ലോറെല്ല, സ്പൈറുലിന, ലാമിനേറിയ ഇതൊക്കെ എന്താണ്? ആനിമൽസ് ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, സെവറൽ ഹൈഡ്രോകൊളോയിഡ്സ് എക്സ്ട്രാക്ടിങ് ഫ്രം ആൽഗെ. ആൽഗയിൽ നിന്ന് സെവറൽ ഹൈഡ്രോകൊളോയിഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഒരു ഹൈഡ്രോകൊളോയിഡ് ആണ് ആൽജി എന്ന് പറയുന്നത്. ഈ ആൽജിന് എവിടുന്നാ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഗയിൽ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റെഡ് ആൽഗെ, അതുപോലെ ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ. അതിൽ ബ്രൗൺ ആൽഗയിൽ നിന്ന് കിട്ടുന്നതാണ് ആര്? ആൽജി എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രോകൊളോയിഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കെരാജിനും അഗറും. കെരാജിനും അഗറും വേറെ വേറെ എന്താണ്? ഹൈഡ്രോകൊളോയിഡ്സ് തന്നെയാണ്. ഇവർ എക്സ്ട്രാക്ട് ചെയ്യുന്നത് റെഡ് ആൽഗയിൽ നിന്നാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, റെഡ് ആൽഗയിൽ നിന്നാണ് രണ്ട് രീതിയിലുള്ള ഹൈഡ്രോകൊളോയിഡ്സ് കിട്ടുന്നത്. അതായത് ജെലീഡിയ, ഗ്രാസിലേറിയ. ഓക്കെ, ജെലീഡിയ, ഗ്രാസിലേറിയ ഇവ രണ്ടും ആൽഗേസ് ആണ്. ഈ രണ്ട് ആൽഗയിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? അഗർ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി 3 ടൈപ്പ് ഓഫ് ആൽഗേസ് ആണുള്ളത്. 3 ടൈപ്പ് ആൽഗേനെ നമുക്ക് കാണാൻ പറ്റും. First one, chlorophyceae. First one, chlorophyceae. Second one, phaeophyceae. Third one, rhodophyceae. Okay. അപ്പോൾ ക്ലോറോഫൈസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഗ്രീൻ ആൽഗെ. ഗ്രീൻ ആൽഗയാണ് ആര്? ക്ലോറോഫൈസിയെ. ഫെയോഫൈസിയ എന്ന് പറയുന്ന വേറൊരു പേരാണ് ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗെ. റോഡോഫൈസിയനാണ് റെഡ് ആൽഗെ എന്ന് പറയുക. റെഡ് ആൽഗെ. ഓക്കെ, അപ്പൊ അതാ ഇവിടെ തന്നെ നോക്കൂ, റോഡോ 6, റെഡ് 6. അപ്പൊ റോഡോഫൈസിയ റെഡ് ആൽഗെ എന്ന് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പിന്നെ ക്ലോറോഫൈസിയ നമുക്കറിയാം. ഇപ്പൊ ക്ലോറോപ്ലാസ്റ്റ്, അതുപോലെ ക്ലോറോഫിൽ, ഇതൊക്കെ ഗ്രീൻ കളറാണ്. അപ്പൊ ഇതെന്താണ്? ഗ്രീൻ ആണ്. പിന്നെ ബാക്കിയുള്ളത് ആരാണ്? ബ്രൗൺ ആൽഗെ. അതിനാണ് ഫെയോഫൈസിയ എന്ന് പറയുന്നത്.